IT കൊമേഴ്സിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് മുഴുവൻ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഫണ്ടമെന്റൽസ് ഓഫ് പാർട്ണർഷിപ്പിന്റെ മൂന്നാം ദിവസത്തിലേക്ക് പോവാണ്. അപ്പോൾ ഡേ 3 പാർട്ട് 3ലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പാർട്ണർഷിപ്പ് എന്താണെന്നും പാർട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, ഫീച്ചേഴ്സ് പറഞ്ഞു, അതേപോലെ തന്നെ പാർട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് പറഞ്ഞു, കണ്ടന്റ്സ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞു, റൂൾസ് ഓഫ് ആബ്സെൻസ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഡീഡ് സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുപോലെ പിന്നീട് മെത്തേഡിലേക്കാണ് നമ്മൾ എത്തിയത്. മെത്തേഡ് രണ്ട് മെത്തേഡുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ മെത്തേഡിന്റെ പേര് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡിന്റെ പേര് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അതിൽ ഒന്നാമത്തെ മെത്തേഡായ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലെ ഒരു പ്രോബ്ലത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ക്വസ്റ്റ്യൻസ് എല്ലാവരും എഴുതിയെടുക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. മിസ്റ്റർ മനു ഈസ് എ പാർട്ണർ in Star Brothers. On 1st April 2019, his capital balance was rupees 2,10,000. During the year, he contributed rupees 25,000 and withdrew an amount of rupees 35,000. His 1/3 share of the profit for the year after all adjustment, including interest on loan, amounted to rupees 60,000. On 1st April 2019, he gave a loan of rupees 1 lakh to the firm, interest on which is agreed to be credited to his capital account. Would you state the balance of Mr. Manu has on 31st March 2020? Also prepare the capital account for the purpose. Previously ഒരു ചോദ്യമാണ്. ഒരു 3 മാർക്സ് സൈഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ല ചോദ്യമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പോകുന്നത്? ആദ്യം നമ്മൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയും, അതിനുശേഷം നമുക്കത് അതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റേറ്റ്മെന്റിന്റെ ഫോം നമ്മുടെ ബോർഡിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ചോദ്യം ഒന്നുകൂടി വിശദീകരിച്ച് നമുക്ക് നോക്കാം. ഇവിടെ മിസ്റ്റർ മനു എന്ന് പറയുന്ന സ്റ്റാർ ബ്രദേഴ്സിലെ ഒരു പാർട്ണറാണ്, നമുക്ക് മനസ്സിലായി. 1 ഏപ്രിൽ 2019. അപ്പോൾ ഏപ്രിൽ നെക്സ്റ്റ് ഇയർ മാർച്ച് 31 ആണ് ഇവിടെ അവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ എന്ന് നമുക്ക് മനസ്സിലാവുന്നു. സോ 1 ഏപ്രിൽ 2019 അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് നേരത്തെ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ബാലൻസ് 2,10,000 രൂപ തന്നിട്ടുണ്ട്. ഈ വർഷം തന്നെ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു? കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു 25,000 രൂപ. അതിനർത്ഥം അയാൾ ഈ വർഷം വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിനെ അഡീഷണൽ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് വിഡ്രോ ആൻ എമൗണ്ട് ഓഫ് റുപ്പീസ് 35,000. അയാൾ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ ഒരു വിഡ്രോവൽ നടത്തിയിരിക്കുന്നു. അപ്പോൾ വിഡ്രോവൽ നടത്തിയിരിക്കുന്നത് 35,000 രൂപയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമാക്കിയ കാര്യം കൂടിയാണ്, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം കൂടിയാണ്. രണ്ട് രീതിയിൽ ഈ പറയുന്ന ഡ്രോയിങ്സ് അറിയാൻ പറ്റത്തില്ല, ശ്രദ്ധിക്കുക. ഡ്രോയിങ്സ് രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പ്രോഫിറ്റിൽ നിന്നാണ് ഡ്രോയിങ്സ് ഉണ്ടാകുന്നത്. എന്താണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്? എന്താണെങ്കിലും ഇല്ലേ, ക്യാഷ് ഓർ ഗുഡ്സോ എന്തുമാകട്ടെ, എന്ത് ചെയ്യുന്നു? വിഡ്രോ ചെയ്യുന്നു ഫോർ ദ പേഴ്സണൽ പർപ്പസ് ഓർ ഡൊമസ്റ്റിക് പർപ്പസ്. ക്യാഷ് ഓർ ഗുഡ്സ് വിഡ്രോൺ ഫോർ ദ പേഴ്സണൽ ഓർ ഡൊമസ്റ്റിക് പർപ്പസിനെയാണ് നാം എന്ത് വിളിക്കുന്നത്? ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഡ്രോയിങ്സ് രണ്ട് രീതിയിൽ സംഭവിക്കുക. ഒന്ന് പറയുന്നത് പ്രോഫിറ്റിൽ നിന്ന് എടുക്കാം. പ്രോഫിറ്റിൽ നിന്ന് ഡ്രോയിങ്സ് എടുക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ആ പ്രോഫിറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഈ പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്ന ഡ്രോയിങ്സിനെ ഡ്രോയിങ്സ് എന്ന അക്കൗണ്ടിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എന്നാൽ അതേ സമയത്ത് ക്യാപിറ്റലിൽ നിന്നും ഈ ഡ്രോയിങ്സ് ഉണ്ടാകാറുണ്ട്. ക്യാപിറ്റലിൽ നിന്ന് എടുക്കുന്ന ഡ്രോയിങ്സിനെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അത് പിന്നീട് നമുക്ക് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ജേണൽ എൻട്രി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് പഠിക്കാം. തൽക്കാലം മനസ്സിലാക്കി, ഇവിടെ പറയുന്നത് ഇവിടെ എന്തിരിക്കുകയാണ്? 35,000 രൂപയാണ് അയാളുടെ എവിടെ നിന്നാണ്? ക്യാപിറ്റലിൽ നിന്ന് അയാൾ വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഹിസ് 1/3 ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എമൗണ്ട് rupees 60,000. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്ന ഈ വർഷത്തെ പ്രോഫിറ്റ് എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ശേഷം അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. എത്ര രൂപയാണ്? 60,000 രൂപയാണ്. ഓർക്കുക, ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഞാൻ നേരത്തെയും ഇതിനെപ്പറ്റി പറഞ്ഞതാണ്. പാർട്ണർഷിപ്പിലേക്ക് ഒരു പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പ്രോഫിറ്റ് ആസ് പെർ ദ P&L അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്നു. ആ പ്രോഫിറ്റിനെ എന്ത് ചെയ്യുന്നു? പിന്നീട് നമ്മൾ കുറെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വിധേയമാക്കും. എവിടെയാണ് അഡ്ജസ്റ്റ്മെന്റ്? പാർട്ണർഷിപ്പിനകത്ത് നമുക്ക് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട പേരാണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് വിളിക്കുന്നു. അത്തരം ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിനെയാണ് നാം എന്ത് വിളിക്കുന്നത്? ആ പ്രോഫിറ്റ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്തായാലും അത് പോകെ നമ്മൾ അതിനകത്തൊക്കെ അത്തരം പ്രോബ്ലങ്ങളെല്ലാം ചെയ്യും. ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും ശേഷമുള്ള പ്രോഫിറ്റ് 60,000 രൂപ തീർച്ചയായിട്ടും മിസ്റ്റർ മനുവിന് നമ്മൾ കൊടുക്കേണ്ട പ്രോഫിറ്റ് കൂടിയാണ്. ഇത് കൂടാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഓൺ 1st April 2019 he gave a loan of rupees 1 lakh to the firm. ഈ ഫേമിന് 1 ലക്ഷം രൂപ
ഏപ്രിൽ 1-ാം തീയതി തന്നെ അദ്ദേഹം ഒരു ലോൺ കൊടുത്തിട്ടുണ്ട്. ആർക്ക് കൊടുത്തതാണ്? മിസ്റ്റർ മനു ഫേമിന് 1 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മളൊരു ലോൺ ആണ് കൊടുത്തിരിക്കുന്നത്. പാർട്ണർ ലോൺ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ആർക്ക് കൊടുത്തിരിക്കുകയാണ്? ഫേമിന് കൊടുത്തിരിക്കുകയാണ്. ഇൻട്രസ്റ്റ് ഓൺ വിച്ച് ഈസ് എഗ്രീഡ് ടു ബി ക്രെഡിറ്റഡ് ടു ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അതിന്റെ ഇൻട്രസ്റ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. പക്ഷെ നമുക്കിവിടെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടില്ല. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി റൂൾസ് ഓഫ് ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് കാണാത്തവർ തൊട്ട് മുമ്പുള്ള പാർട്ട് നിങ്ങൾ എല്ലാവരും കാണണം. അതിനകത്ത് വിശദമായി നമ്മൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. റൂൾസിൽ നിന്ന് സ്ഥിരമായ ചോദ്യമുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡീഡ് ഉണ്ടെങ്കിലും ഡീഡിനകത്ത് അങ്ങനെ ഒരു വിവരം പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കിയതാണ് എത്ര പെർസെൻറ്റേജ് ആണ്? 6% പെർ ആനം ആണ്. 6% ഒരു വർഷം നമ്മൾ എന്തിന് പലിശ കൊടുക്കണം? ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ പറയാതെ പറഞ്ഞിരിക്കുന്ന, ശരിയല്ലേ? ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അവർ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു തിയറി അറിയുന്നവർക്ക് മാത്രമേ അതിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവർ ചോദിച്ച ഒരു കാര്യത്രേ ഉള്ളൂ. വുഡ് യു സ്റ്റേറ്റ് ദ ബാലൻസ് ഓഫ് ദ മിസ്റ്റർ മനു ഹാസ് ആസ് ഓൺ ദ 31st March 2020. നമ്മുടെ അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എത്രയായിരിക്കും? പിന്നീട് ഇത് കൂടാതെ അതൊരു അക്കൗണ്ട് കൂടി വരയ്ക്കാമോ? അപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെന്റിലൂടെ ആദ്യം കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് മനു ആസ് ഓൺ 31st March 2020 എന്ന് കൊടുത്തു. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അയാളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ ആദ്യം പറയുന്നത് പോലെ അയാളുടെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്, അയാളുടെ ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസ് നോക്കണം. ഏറ്റവും മുകളിൽ കിടക്കുന്നത് 1st April 2019 ഹിസ് ക്യാപിറ്റൽ ബാലൻസ് എത്രയാണ്? 2,10,000 രൂപ. അപ്പോൾ നമുക്ക് അത് ആദ്യം അങ്ങ് എഴുതാം. ക്യാപിറ്റൽ ആസ് ഓൺ 1st April 2019 എത്രയാണ്? 2,10,000 രൂപ എഴുതാം. അപ്പോൾ ഓർത്തിരിക്കുക, അയാളുടെ ക്യാപിറ്റൽ നമ്മൾ ആദ്യം അങ്ങ് എഴുതി. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ അദ്ദേഹത്തിന് പണം കിട്ടാനുണ്ടെങ്കിൽ അത്തരം നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഫേം കൊടുക്കാനുള്ള പണമെല്ലാം അയാളുടെ ക്യാപിറ്റലോടൊപ്പം ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ മിസ്റ്റർ മനുവിനെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് എന്താണ്? അദ്ദേഹം വിഡ്രോവലിനൊക്കെ ശേഷം അവിടെ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യം നമുക്ക് നോക്കാം. ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലെസ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആഡ് ചെയ്യേണ്ട എടുക്കാം. ആഡ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ അയാൾ അഡീഷണൽ ആയ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര രൂപയാണ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത്? 25,000 രൂപ. അപ്പോൾ മനസ്സിലായി, അയാളുടെ ഓപ്പണിംഗിൽ 2,10,000 ഉണ്ട്. അതിനോടൊപ്പം എന്ത് ആഡ് ചെയ്യണം? അഡീഷണൽ ആയ ക്യാപിറ്റൽ 25,000 രൂപ ആഡ് ചെയ്യണം. ഇത് കൂടാതെ അയാൾക്ക് എന്തുണ്ടെന്ന് പറഞ്ഞു നമ്മൾ? അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ട്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ട്. അതുകൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ലോണും ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ ഇനി പറയാൻ പോകുന്നതായിരിക്കും ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. എത്ര രൂപയാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ്? 60,000 രൂപയാണ്. അത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ അയാളുടെ ക്യാപിറ്റൽ 2,10,000 ആണ്, അഡീഷണൽ ക്യാപിറ്റൽ 25,000 ആണ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 60,000 രൂപയാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം കൂടി കാണേണ്ടതുണ്ട്. എന്താണത്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയായിരുന്നു? അറ്റ് 6% പെർ ആനം. ചോദ്യത്തിൽ ഈ 6% പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 1,00,000ന്റെ 6%. 1,00,000ന്റെ 6% കാണാമല്ലോ. 1 lakh into 6 divided by 100 എന്നിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കാണാവുന്ന കാര്യമുള്ളൂ 1,00,000ന്റെ 6% കണ്ടുപിടിക്കുക എന്നുള്ളത്. അല്ലേ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് എത്ര കിട്ടി? 6%, 6,000 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ. അപ്പോൾ ഒരിക്കൽ കൂടി ചോദ്യത്തിലേക്ക് വന്നേ. മനു എന്ന് പറയുന്ന ഒരു പാർട്ണറുടെ ഓപ്പണിംഗിലുള്ള ക്യാപിറ്റൽ പറഞ്ഞിരുന്നു, അത് നമ്മൾ എഴുതുന്നു. അതിനുശേഷം അയാൾ കൊണ്ടുവന്ന അഡീഷണൽ ആയ ക്യാപിറ്റൽ ആഡ് ചെയ്യണം. അതുപോലെ അദ്ദേഹത്തിന് കിട്ടേണ്ട ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇവിടെ പറയുന്നു 60,000 രൂപ, അത് ആഡ് ചെയ്യാം. അതേപോലെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ അയാൾക്ക് 6% കിട്ടണം, അത് 6,000 രൂപ. അപ്പൊ 2,10,000, 25,000, 60,000, 6,000 കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് നോക്ക്? 3,00,000 എന്ന് കിട്ടുന്നു. സോ 3,00,000 രൂപയാണ് ഇവിടെ നമുക്ക് ക്യാപിറ്റലിനോടൊപ്പം അദ്ദേഹം ആഡ് ചെയ്തപ്പോൾ ഇത്രയും എമൗണ്ട് ആണ് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാപിറ്റലിൽ നിന്നിട്ടാണ് ഇവിടെ ഒരു വിഡ്രോവൽ നടന്നിട്ടുണ്ട്. ആ വിഡ്രോവൽ എന്ന് പറയുന്നത് നമുക്ക് ലെസ് ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ലെസ് ചെയ്യേണ്ടതാണ്. എന്തിനാണ് ലെസ് ചെയ്യേണ്ടത്? അവിടെ നമുക്ക് ലെസ് ചെയ്യാനുള്ളത് ഡ്രോയിങ്സിനെയാണ്. ഫോർ ദ ഇയറിലെ ഡ്രോയിങ്സ് എത്രയാണ്? 35,000. അപ്പം 3,00,000 നിന്ന് 35,000 നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 2,66,000 രൂപ കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിരുന്നു ഈ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയത്. അപ്പൊ ഒരിക്കൽ കൂടി ഇങ്ങനെ ശ്രദ്ധിക്കുക. ഒരു പാർട്ണർ, അത് ആരാണെങ്കിലും എക്സ് ഓർ വൈ, അയാളുടെ ഓപ്പണിംഗ് ക്യാപിറ്റലിനോടൊപ്പം അയാൾക്ക് ഒരു ഫേം കൊടുക്കുവാനുള്ള പണമെല്ലാം അയാളുടെ ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്യണം. അപ്പൊ എങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാം? ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇനി ഒരുപാട് കണക്കുകളുടെ മനസ്സിലാക്കും. ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ,
അയാൾക്ക് കിട്ടുന്നതാണ്. സാലറി ചിലപ്പോൾ കാണാം, അത് അയാളുടെ ക്യാപിറ്റലിനോടൊപ്പം കൂട്ടേണ്ടതാണ്. കമ്മീഷൻ ഉണ്ടെങ്കിൽ കൂട്ടേണ്ടതാണ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൂട്ടേണ്ടതാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ടു, ഇതെല്ലാം നമ്മൾ ഫേം കൊടുക്കേണ്ട. അപ്പം നിങ്ങൾ കണക്ക് ചെയ്യാൻ നേരത്തെ എപ്പോഴും ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുക, ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുക. സോ നമ്മളൊരു ഓരോ പാർട്ട്നേഴ്സിനും കൊടുക്കേണ്ടതായതുകൊണ്ട് തന്നെ ഇവയെല്ലാം എന്ത് ചെയ്യണം, അവരുടെ ക്യാപിറ്റലിനോടൊപ്പം, ഓപ്പണിംഗ് ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്യണം. അതുപോലെ കുറയുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ രണ്ട് കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണ കുറയ്ക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞു? ഡ്രോയിങ്സിനെയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെയും നമ്മൾ കുറയ്ക്കണം. കാരണം എന്താ? ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്തുകൊണ്ട് പോകുന്ന പണമാണ്. അതുപോലെ ആ കൊണ്ടുപോകുന്ന പണത്തിന് നമ്മൾ പലിശ ഈടാക്കും, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ രണ്ട് എമൗണ്ടുകളും എടുത്തതിന് ശേഷം ബാക്കി എത്രയാണോ വരുന്നത് അതായിരിക്കും അയാളുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് പഠിക്കണം. 3 മാർക്സ് ആയിട്ട് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ഇതിനൊരു അക്കൗണ്ടിലേക്ക് പോയാൽ എങ്ങനെ ഇരിക്കും, അതാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്, ഇതേ ചോദ്യം തന്നെ നമ്മൾ ഇനി ഒരു അക്കൗണ്ട് വരച്ച് എങ്ങനെ ചെയ്യാമെന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ മിസ്റ്റർ മനുവിന്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. അതേ ചോദ്യം തന്നെ നമ്മൾ മനുവിന്റെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് എന്ന ക്യാപിറ്റൽ മെത്തേഡിൽ പറഞ്ഞു കഴിഞ്ഞു. ഒരേ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി ഓരോരുത്തർക്കും, ശരിയല്ലേ? ഓരോ പാർട്ട്നേഴ്സിനും ഒരു അക്കൗണ്ടേ ഉള്ളൂ, അത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ആ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ അറിയാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് അത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ ഫോർമാറ്റ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തിരുന്നു. എളുപ്പം പഠിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞ ഒരു ചെറിയൊരു ടിപ്സ് ഉണ്ട്. എന്തായിരുന്നു? ഡെബിറ്റ് സൈഡിൽ 2 കാര്യങ്ങൾ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. എന്തൊക്കെയാണെന്ന് പറഞ്ഞു? ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ക്ലിയർ ആണല്ലോ? എളുപ്പം പഠിക്കാനുള്ള ഒരു മാർഗ്ഗം നമ്മൾ പറഞ്ഞത്, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുമ്പോൾ, ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുമ്പോൾ അതിന് ഡെബിറ്റ് സൈഡിൽ എന്ത് മാത്രമേ വരത്തുള്ളൂ? ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രമാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, മനുവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിലുകളെല്ലാം എഴുതി, ഡേറ്റും പർട്ടിക്കുലേഴ്സും ഒക്കെ എഴുതി. ക്ലിയർ ആണ്? ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിന്റെ കാര്യം എന്താ പറയുന്നത്? നമ്മൾ ആദ്യം ക്രെഡിറ്റ് സൈഡിനെ പറ്റി പറഞ്ഞ വളരെ വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്താണ്? നമുക്കറിയാം ക്യാപിറ്റൽ ലൈബിലിറ്റി ആണ്. അങ്ങനെ ലൈബിലിറ്റി ആയ ക്യാപിറ്റലിന് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പൊ ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്നത് മാത്രമല്ല, നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെന്റിൽ ആഡ് ചെയ്ത എല്ലാ ഐറ്റങ്ങളും നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. അതെന്താ കാര്യം അങ്ങനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? നമുക്കറിയാം ക്യാപിറ്റലിനോടൊപ്പം നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട മുഴുവൻ എമൗണ്ടുകളെ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. ഇയർലി ഉള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളെയും നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടോ? നിങ്ങൾക്കറിയാം ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്യേണ്ടതാണ്. അയാൾക്ക് നമ്മൾ സാലറി കൊടുക്കാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, കമ്മീഷൻ കൊടുക്കാനുണ്ടെങ്കിൽ ആഡ് ചെയ്യണം, അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇത് പോരാഞ്ഞിട്ട് ആ വർഷാവസാനം എല്ലാവർക്കും എല്ലാ രീതിയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനു ശേഷം എന്ന് പറയുമ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും ശേഷമുള്ള പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ ആ പ്രോഫിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ശരിയല്ലേ? പിന്നെ 2 കാര്യങ്ങളെ ഡെബിറ്റിൽ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞു? ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിനകത്ത് അത്ര ഒരുപാട് വിവരങ്ങളെല്ലാം പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. വളരെ എളുപ്പമാണ്. ആദ്യം നമുക്ക് അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. ഓർക്കണം നിങ്ങൾ, ലൈബിലിറ്റി ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലൈബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ബാലൻസ്? അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഐറ്റം നമ്മൾ എഴുതുന്നു 1/4/2019 ബൈ ബാലൻസ് ബ്രോഡ് ഓൺ എത്ര ലക്ഷം രൂപയാ? 2,10,000 രൂപ എന്ന് കോളത്തിലേക്ക് എഴുതി. ഇനി നമ്മൾ അവിടെ ആഡ് ചെയ്ത രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? യെസ്, അഡീഷണൽ ക്യാപിറ്റൽ ആണ്. എങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ ഇതേ ഡേറ്റിലാണ് അല്ലെ? 1/4/2019 തന്നെ അദ്ദേഹം അഡീഷണൽ ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതുന്നത്? ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കാം. ബ്രാക്കറ്റിൽ ഞാൻ അഡീഷണൽ എന്ന് കാണിച്ചിരിക്കുന്നു. 25,000 രൂപയാണ്. ഇതിനുശേഷം നമ്മൾ ചോദ്യത്തിലൂടെ മനസ്സിലാക്കിയ കാര്യം എന്താ? വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. എത്ര പെർസെന്റേജ് ആണ്? 6% ആണ്. ഇയർ എൻഡിലാണ് സംഭവിക്കുന്നത്. 31/12/2020 ആയപ്പോൾ നമ്മൾ ആ ഒരു വർഷത്തെ പലിശ കണക്കാക്കുന്നു. അപ്പോൾ 6% ഒരു കൊല്ലത്തേക്കാണ്. 1,00,000ന്റെ 6%. എങ്ങനെ 1,00,000ന്റെ 6% കണ്ടുപിടിച്ച് നിങ്ങൾ? 1,00,000 × 6/100 എന്ന് നിങ്ങൾ അല്ലേ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കി, അല്ലാതെ ചെയ്ത് നോക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ക്ലിയർ ആണല്ലോ? 6,000 രൂപ കിട്ടി. ഇനി നമ്മൾ ഈ ക്രെഡിറ്റ് സൈഡിൽ ഇനി എന്താ വരാൻ ചാൻസ് ഉള്ളത്? അതെ, പ്രോഫിറ്റ് ആണ് വരണം അല്ലെ? അയാളുടെ പ്രോഫിറ്റ്, ആരുടെ? മനു എന്ന് പറയുന്ന ആളുടെ പ്രോഫിറ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് നമുക്ക് നേരിട്ട് തന്നിരിക്കുകയാണ്. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും ശേഷം മനുവിന്റെ പ്രോഫിറ്റ് തന്നിരിക്കുന്നു. അങ്ങനെ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ, ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്തത്. അത് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓർത്തിരിക്കണം, ഒരു
ഈ പറയുന്ന പാർട്ണർഷിപ്പ് ഫേം കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ച ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന അക്കൗണ്ടിലൂടെ അവർക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ലഭിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പി ആൻഡ് എൽ അക്കൗണ്ട്. അപ്പൊ പി ആൻഡ് എൽ അക്കൗണ്ടിലൂടെ അവർക്കൊരു നെറ്റ് പ്രോഫിറ്റ് ലഭിക്കും. അങ്ങനെ ലഭിച്ച പ്രോഫിറ്റ് ഒരിക്കലും പാർട്ട്നേഴ്സിന് നേരിട്ട് കൊടുക്കാൻ പറ്റുമോ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ പാർട്ട്നേഴ്സിനെ പറ്റിയാ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാർട്ട്നേഴ്സിന് പലപ്പോഴും എന്ത് കൊടുക്കേണ്ടി വരാം? സാലറിയും കമ്മീഷനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ലോണും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അതെല്ലാം എവിടെ നിന്ന് എടുത്താ കൊടുക്കേണ്ടത്? ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പി ആൻഡ് എൽ അക്കൗണ്ടിലൂടെ കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിഫോർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും മുമ്പുള്ള പ്രോഫിറ്റ് ആണ്. എങ്കിൽ ആ പ്രോഫിറ്റിനെ നാം എന്ത് ചെയ്യണം? ഈ പറയുന്ന രീതിയിൽ പാർട്ട്നേഴ്സിന് വിവിധങ്ങളായ രീതിയിലുള്ള പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. 1 മാർക്ക് ക്വസ്റ്റ്യന് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേരെന്താണ്? എന്താണ് ആ പേര്? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. മറന്നു പോകല്ലേ നിങ്ങൾ. എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മളത് ചെയ്യാൻ പഠിക്കും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളത് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താ മനസ്സിലാക്കി? ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റഡ് പ്രോഫിറ്റ് നമുക്ക് 60,000 രൂപ തന്നിട്ടുണ്ട്. അതിനർത്ഥം ഏത് അക്കൗണ്ട് ചെയ്തു കഴിഞ്ഞു? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ഒരു അക്കൗണ്ട് അവർ ചെയ്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുകൂടിയാണ് ഇനി എഴുതാൻ വേണ്ടിയുള്ളത്. നമുക്ക് അതോടെ എഴുതാം. ക്ലോസിംഗ് ഡേറ്റിൽ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് നമുക്ക് എത്ര എഴുതാം? 60,000 രൂപ എഴുതാം. അപ്പൊ നമ്മുടെ ക്രെഡിറ്റ് സൈഡിലേക്ക് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും എഴുതി. സിമ്പിൾ ആണല്ലോ. നമുക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. ഓക്കെ, ക്ലിയർ. അങ്ങനെയാണ് നമുക്കൊന്ന് മൊത്തം കൂട്ടി നോക്കാം. നമുക്ക് അതിനു മുമ്പ് ഇനി ഒരു കാര്യം കൂടെ ഉണ്ടല്ലേ? എന്തായിരുന്നു അത്? യെസ്, നമുക്ക് ഒരു കാര്യം ഉണ്ട്. എന്താണത്? ഡ്രോയിങ്സ് ആണ്. അപ്പൊ ഡ്രോയിങ്സ് എവിടെ വരുന്ന പഠിച്ചിരിക്കുന്നത്? ഡെബിറ്റ് സൈഡിൽ. ഞാൻ എളുപ്പവിദ്യ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഡെബിറ്റിൽ 2 കാര്യങ്ങളെ നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരാറുള്ളൂ. ഏതൊക്കെയാ? ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. അപ്പൊ ഇവിടെ ഒരു വലിയ ഡൗട്ട് വരാൻ പോകുന്നു. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ടു ക്യാഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ബ്രാക്കറ്റിൽ ഡ്രോയിങ്സ് ആണ്. നേരത്തെ ഫോർമാറ്റിനകത്ത് ഡ്രോയിങ്സ് എന്നാണ് എഴുതിയിരുന്നത്. അതെന്താ ഇവിടെ ക്യാഷ് എന്ന് വരാൻ കാര്യം? ഇത് നന്നായി ശ്രദ്ധിക്കൂ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡ്രോയിങ്സ് 2 രീതിയിൽ സംഭവിക്കാം. നിങ്ങൾ പ്രോഫിറ്റിൽ നിന്നാണ് ഡ്രോയിങ്സ് ഉണ്ടാകുന്നതെങ്കിൽ, എന്താണ്? പ്രോഫിറ്റിൽ നിന്നാണ് ഈ ഡ്രോയിങ്സ് എടുക്കുന്നത്, പേഴ്സണൽ യൂസിന് എടുക്കുന്നതെങ്കിൽ അതിന് ഡ്രോയിങ്സ് എന്നൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതിന്റെ ജേണൽ എൻട്രി എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എങ്ങനെയാണ്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡ്രോയിങ്സ് അക്കൗണ്ട് എന്നാണ്. എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡ്രോയിങ്സ് അക്കൗണ്ട് എന്നാണ്. എവിടെ നിന്ന് എടുക്കുമ്പോൾ? പ്രോഫിറ്റിൽ നിന്നാണ് നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണം എടുക്കുന്നതെങ്കിലുള്ള ജേണൽ എൻട്രി. എന്താ ജേണൽ എൻട്രി? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡ്രോയിങ്സ് അക്കൗണ്ട്. അതുകൊണ്ടാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് വരും. ഇത് കൂടാതെ നിങ്ങൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡ്രോയിങ്സ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്ലിയർ ചെയ്യുന്ന കാര്യം. എന്നാൽ ഇത് ക്യാപിറ്റലിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ക്യാപിറ്റലിൽ നിന്നിട്ടാണ് ഈ ഡ്രോയിങ്സ് ഉണ്ടായിരിക്കുന്നത്. പേഴ്സണൽ യൂസിന് വേണ്ടി, ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി ഒരു ഓണർ, ഒരു പാർട്ട്ണർ എന്ത് ചെയ്തിരിക്കുന്നു? അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ക്യാപിറ്റലിൽ നിന്ന് പണം പിൻവലിച്ചാൽ അവിടെ എന്തല്ല ജേണൽ എൻട്രി? നേരത്തെ പറഞ്ഞ പോലെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡ്രോയിങ്സ് ആണോ? അല്ല. പിന്നെന്തായിരിക്കും ജേണൽ എൻട്രി? അവിടെ നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് കുറവുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ കാണിക്കേണ്ടത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. ജേണൽ എൻട്രി തിരിഞ്ഞു പോകരുത്. അപ്പൊ ഇവിടെ വരുമ്പോൾ എൻട്രി എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് എൻട്രിയിൽ ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? ടു ക്യാഷ് എന്ന് വന്നത്. അപ്പൊ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് എഴുതിയ നമ്മൾ? ഡ്രോയിങ്സ് എന്ന് തന്നെ നമ്മൾ കാണിച്ചേനെ. അപ്പൊ ഇത് ഒരുപാട് പേര് തെറ്റിക്കാറൊക്കെ ഉണ്ട്. എന്തായാലും അത് ടു ക്യാഷ് ബ്രാക്കറ്റിൽ ഡ്രോയിങ്സ് കാണിച്ചു. എത്രയാണ്? 35,000 രൂപ. നിങ്ങൾ ഡ്രോയിങ്സ് അക്കൗണ്ടിനും പ്രിപ്പയർ ചെയ്യും. അന്നേരം നമ്മൾ വളരെ വിശദമായിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ ജേണൽ എൻട്രിയും അതേപോലെ തന്നെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും ഡ്രോയിങ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇത് എവിടെ വരും എന്നറിയാം. നിങ്ങൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന മെത്തേഡിലോട്ടൊക്കെ വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ഫിക്സഡ് എന്നൊരു മെത്തേഡ് പഠിക്കും. അന്നേരം നമ്മൾ ഇതെല്ലാം കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ മനസ്സിലാക്കും. ഓക്കെ, എന്തായാലും നമ്മളിവിടെ അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചു കഴിഞ്ഞു. ഡ്രോയിങ്സ് എന്തുകൊണ്ടാണ് ടു ക്യാഷ് എന്ന് എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞു. ബാലൻസ് ചെയ്യുക അല്ലേ? ബാലൻസിന് എല്ലാവർക്കും അറിയാമല്ലോ. +1 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അക്കൗണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന്. ഏറ്റവും വലിയ എമൗണ്ട് എവിടെയാന്ന് നോക്കുക?
കാണുന്നത് മാത്രം നിങ്ങൾക്ക് അറിയാം. ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് ഏറ്റവും വലിയ എമൗണ്ട്. നമുക്ക് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടുകളൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം. എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 3,10,000 രൂപ നമുക്ക് കിട്ടി. എങ്കിൽ തൊട്ടപ്പുറത്തെ സൈഡായ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന ആ വലിയ എമൗണ്ട് അതുപോലെ നമുക്ക് ഡെബിറ്റ് സൈഡിലേക്കും കൂടി എഴുതാം 3,10,000 രൂപ. എങ്കിൽ നമുക്ക് ഡിഫറൻസ് എടുക്കാം. അതായിരിക്കും ഇവിടുത്തെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത്. 3,10,000 നിന്ന് 35,000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ടു ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്? 2,66,000. ഇതാ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ ചെയ്ത അതേ ചോദ്യം തന്നെ നമ്മൾ എവിടേക്ക് എത്തിയിരിക്കുന്നു? ഒരു അക്കൗണ്ടുകളിലൂടെ തയ്യാറാക്കി മനു എന്ന് പറയുന്ന ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ വേണ്ടി. ഒന്ന് മനസ്സിലാക്കിയാൽ, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി, നമുക്ക് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, സ്റ്റേറ്റ്മെന്റും ചെയ്തു, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി. അപ്പോൾ നമുക്കിനി മറ്റൊരു ചോദ്യം കൂടി കാണും. അതും കൂടെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടി നല്ല വ്യക്തത, എങ്ങനെയാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തു പോകുന്നതെന്നൊക്കെ ഒരു വ്യക്തത ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് നന്നായി ഒന്നുകൂടി നിങ്ങൾ ചെയ്തു നോക്കണം. എന്തെങ്കിലും ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് വരിക. അവിടെ നമുക്ക് നിങ്ങൾ ചോദിച്ചാൽ മതി, സംശയങ്ങളൊക്കെ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് അത് അവിടെ വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തതെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അതിന് ഒരു ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ചോദ്യം കാണാം. അപ്പൊ നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. കുറച്ചും കൂടെ വലിയ ചോദ്യം. നമ്മൾ നേരത്തെ ഒരാളുടെ മാത്രമാണ് ചെയ്തത്. അവിടെ നമ്മൾ മനു എന്ന് പറയുന്ന ഒരാളുടെ മാത്രം അയാളുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നിലധികം ആളുകൾ, 2 പേരുടെ കണക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഓർക്കണം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് മെത്തേഡാണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഇവിടെ ഒരേ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓരോരുത്തർക്കും ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വെച്ച് നമ്മൾ തയ്യാറാക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചോദ്യം പതുക്കെ ഒന്ന് വായിച്ചു തരാം. നമുക്കറിയുന്ന ആളുകളാട്ടോ. നമുക്കറിയുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ആരാണ്? യെസ്, ടോം ആൻഡ് ജെറി ആണ്. ഓക്കെ, എങ്കിൽ അവരുടെ കണക്കൊന്ന് വായിക്കാം. Tom and Jerry commenced business as partners on 1st January 2019. Tom contributed ₹50,000 and Jerry contributed ₹70,000 as their share of capital. The partners decided to share profit and loss in the ratio of 3:2. Jerry was entitled to salary of ₹12,000 per annum. Partners are entitled to interest on their capital at 5% per annum. The drawings of Tom and Jerry for the year ending 31st December 2019 were ₹10,000 and ₹6,000 respectively. The profit of the firm after providing for Jerry's salary and partners' interest on capital was ₹25,000. Draw up the capital account of the partners. ചോദ്യം വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ ഒരു വളരെ കൃത്യമായി നിങ്ങൾ അറിയേണ്ട കാര്യം, അവസാന വാക്ക് എന്താ? ഡ്രോ അപ്പ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദ പാർട്ട്നേഴ്സ്. മെത്തേഡ് പറയുന്നില്ല. എന്താ നമ്മൾ പറഞ്ഞത്? ഒരു സാധാരണ ചോദ്യത്തിൽ വരുമ്പോൾ ഏത് മെത്തേഡ് ചെയ്യണമെന്ന് പറയണ്ടേ? മെത്തേഡ് പറഞ്ഞിട്ടില്ല, നമ്മൾ ഇനി ഏത് ചെയ്യും? നമ്മൾ 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് പഠിച്ചിട്ടേ ഉള്ളൂ. രണ്ടാമത്തെ മെത്തേഡ് ഉണ്ട്. ഇനി ഏതാ ചെയ്യേണ്ടത്? ഫിക്സഡ് ക്യാപിറ്റൽ ഒരു മെത്തേഡ് ഉണ്ട്. ഇനി ആണോ ചെയ്യേണ്ടത്? അങ്ങനെ വല്ല സംശയം വല്ലതും ഉണ്ടോ? ഒന്നും വേണ്ട. നമ്മൾ വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്? ഇവിടെ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ ചോദ്യത്തിനകത്ത് മെത്തേഡ് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് മെത്തേഡിൽ ചെയ്യണം? യെസ്, പറഞ്ഞോ, ഏതാ? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അതെന്താണെന്നാ പറഞ്ഞു വന്നത്? രണ്ടാമതിനി പഠിക്കാനുള്ള മെത്തേഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. പാർട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കുമ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെന്ന് എടുത്തു പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ ആ പറയുന്ന മെത്തേഡിൽ ചെയ്യാൻ പാടുള്ളൂ. അതിന് ആ മെത്തേഡ് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങളുടെ ഒരു ചോദ്യത്തിനകത്ത് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നെടുത്ത് പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡ്രോ അപ്പ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദ പാർട്ട്നേഴ്സ്. താഴെ നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണം അവിടെ എന്താണ്, ഏത് മെത്തേഡ് എന്ന് പറയുന്നത് സൈലന്റ് ആണെങ്കിൽ നിങ്ങൾ അവിടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഓരോരുത്തർക്കും ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ 2 പേരുണ്ട് ഇവിടെ അല്ലേ, ടോം ഉണ്ട്, ജെറി ഉണ്ട്. 2 പേർക്കും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രത്യേകം തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കും ഇച്ചിരി സമയം പോകുന്ന പരിപാടിയാണ് വരച്ചൊക്കെ വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചിലർ പറയുന്നുണ്ടായിരിക്കും അതൊന്നും കുഴപ്പമില്ല, വരപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരിക്കും. അതിനപ്പുറത്ത് നമുക്ക് സമയം ഒന്ന് ലാഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ വരച്ചെല്ലാം ഇട്ടിട്ടുണ്ട് ബോർഡിൽ, എല്ലാവർക്കും ബോർഡിൽ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചോദ്യം ഒന്ന് നന്നായി മനസ്സിലാക്കിയിട്ടാണ് അതിലോട്ട് പോവാം. ഓക്കെ,
എന്തൊക്കെയാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ടോം ആൻഡ് ജെറി കമൻസ് ദ ബിസിനസ്. തുടക്കത്തെ വരി തന്നെ ശ്രദ്ധിക്കൂ. കമൻസ് ദ ബിസിനസ് എന്താ അർത്ഥമാക്കുന്നത്? അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ, ബിസിനസ് തുടങ്ങിയിട്ടുള്ളൂ. ഈ സെനൻസിനൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്യുമ്പോൾ കാര്യഗൗരവമായുണ്ട്. എന്താണ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ എന്താണ് വളരെ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യമുണ്ട്. കഴിഞ്ഞ കണക്കിനകത്ത് നിങ്ങളെ എന്താ എഴുതിയത്? നിങ്ങൾ അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്നാണ് എഴുതിയത്. അതെന്താ അങ്ങനെ എഴുതാൻ കാര്യം? അത് നമുക്ക് മനസ്സിലായി. നമുക്ക് തന്നിരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബാലൻസ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ഈ വർഷം എന്തായി മാറും? അത് ബ്രോ ഡൗൺ ആയി മാറും. അപ്പോൾ ഒരു കൊല്ലത്തെ ക്ലോസിംഗ് ബാലൻസ് അടുത്ത കൊല്ലം എന്തായി മാറുന്ന പഠിച്ചിരിക്കുന്നത്? ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മാറും. അങ്ങനെ ആയതുകൊണ്ടാണ്, നേരത്തെ ഉള്ള ബിസിനസ് ആയതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്തെഴുതിയത്? ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതിയത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ഇവർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരു ബിസിനസ്, അവരുടെ ആ ബിസിനസ്സിലേക്ക് പണം നിക്ഷേപിച്ചിട്ടല്ലേ ഉള്ളൂ. ടോമും ജെറിയും പണം കൊണ്ടുവന്നിരിക്കുക. എന്തായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ക്യാപിറ്റലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ജേണൽ എൻട്രി എന്താണ്? ചിലവരൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ചിലവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. യെസ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് ഓർ വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താ എക്സ് ഓർ വൈ? ആരാണോ കൊണ്ടുവരുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് ഓർ വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇവിടേക്ക് വരുമ്പോൾ പാർട്ട്നേഴ്സ് എന്ന് പറയാം. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ പറയാം? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആരൊക്കെ എവിടെ ഉള്ളത്? ടോമും ജെറിയുമാണുള്ളത്. അപ്പൊ എങ്ങനെ പറയാം? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ടോംസ് ക്യാപിറ്റൽ ടു ജെറീസ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ ഒന്ന് വരച്ച് ക്ലിയർ ചെയ്യണം അല്ലേ? അതിന് മുമ്പൊന്ന് വായിച്ചു പോവുകയാണ്. പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞാണ്, കമൻസ് ദ ബിസിനസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ ജേണൽ എൻട്രി ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെന്താ ചോദ്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അറിയുന്നത്? ടോം കോൺട്രിബ്യൂട്ട് ചെയ്തതും ജെറി കോൺട്രിബ്യൂട്ട് എമൗണ്ടുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അടുത്ത സെന്റൻസ് പറയുന്നു, ദ പാർട്ട്നേഴ്സ് ഡിസൈഡഡ് ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ. എത്രയാണ്? 3:2. 3:2. ഇത് കിട്ടുമ്പോഴും ഞാൻ പറഞ്ഞു തന്നതാണ് എങ്ങനെയാണ് ഇതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു അല്ലേ? 3 + 2 അങ്ങനെ എടുക്കണം. 3 + 2 എത്രയാണ്? 5. എങ്കിൽ അതിനെ എങ്ങനെ എഴുതാം നമുക്ക്? 3/5. 3/5, 2/5. 5ൽ 3 എന്നും 5ൽ 2 എന്നും പറഞ്ഞ് ഭാഗമായി തരംതിരിക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക്, ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് ഇതിനെ മാറ്റുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന റേഷ്യോയെ കൂട്ടിയെടുക്കുക, അതിനെ ഡിനോമിനേറ്റർ ഛേദം എന്ന് പറയുന്നതിലേക്ക് എഴുതുക. അപ്പൊ നമുക്ക് പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ നമുക്ക് ക്ലിയർ ആണ് എങ്ങനെ എഴുതാൻ? 3/5 എന്നും 2/5. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചിലരായിരിക്കും എന്തിനാ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരുപാട് പേര് അങ്ങനെ അതും അറിയാത്തവരുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഈ റേഷ്യോ ഒക്കെ എങ്ങനെ ഫ്രാക്ഷൻസിൽ എഴുതാം, എങ്ങനെയാണ് അത് ചെയ്യുന്നതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് വായിച്ചു പോകാം. അടുത്ത എന്താ പറയുന്നത്? ജെറി വാസ് എൻറ്റൈറ്റിൽഡ് ടു സാലറി ഓഫ് ₹12,000 പെർ ആനം. ജെറി എന്ന് പറയുന്ന ആൾക്ക് സാലറി കൊടുക്കണം. നമ്മുടെ പാർട്ട്ണറാണ് കേട്ടോ. ആ പാർട്ട്ണറായ ജെറിക്ക് സാലറി കൊടുക്കണം. എത്ര രൂപ സാലറി ഉണ്ട്? 12,000 രൂപ പെർ ആനം. ദാറ്റ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു വർഷത്തേക്ക് 12,000 രൂപ കൊടുക്കണം. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ പെർ ആനം ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. സാലറി എന്ന് മാത്രമേ, ടു സാലറി ഓഫ് ₹12,000 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ നിങ്ങൾ അത് ഇയർ ആയിട്ട് കണക്കാക്കണം. അതൊരു വർഷത്തെ പണമായി കണക്കാക്കി നിങ്ങൾക്ക് കണക്ക് ചെയ്യാം. എന്നാൽ ചില ചോദ്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ തന്നിട്ട് PM എന്ന് കാണും. എന്താ PM എന്ന് പറഞ്ഞാൽ? പെർ മന്ത്. ഒരു മാസത്തെ തരും. ആ ഒരു മാസത്തെ തരുമ്പോൾ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് ആ തുക അതുപോലെ കൊണ്ടുവന്ന് എഴുതി വെക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ അക്കൗണ്ടിനകത്ത് ഇയറിലെയാണ് വരുന്നത്. ഒരു വർഷാവസാനം ചെയ്യുന്ന അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? വളരെ എളുപ്പമാണല്ലോ. ആ തന്നിരിക്കുന്ന മന്ത്ലി എമൗണ്ടിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 12 കൊണ്ട് ഗുണിച്ചാൽ മതി. 12 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോഴത്തേനും അതെന്തായി മാറും? ഇയറിലെ തുകയായി മാറും. അങ്ങനെ വേണം കാണിക്കേണ്ടത്. ഇവിടെ പ്രശ്നമൊന്നുമില്ല. പെർ ആനം നമുക്കൊരു വർഷത്തെ തന്നിരിക്കുകയാണ്. ഇനി പറഞ്ഞിരിക്കുന്നത്, പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ദെയർ ക്യാപിറ്റൽ അറ്റ് 5% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ഒരു വർഷത്തേക്ക് നമ്മൾ കണ്ടുപിടിക്കണം. The drawings വന്നിരിക്കുന്നു. ടോം ആൻഡ് ജെറി ഫോർ ദ ഇയർ എൻഡിങ് 31st December 2019 were ₹10,000 and ₹6,000 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അവരുടെ ഡ്രോയിങ്സ്, അവർ പണം പിൻവലിച്ചിട്ടുണ്ട്. ഏകദേശം 10,000 രൂപയും 6,000 രൂപയുമാണ് പിൻവലിച്ചിരിക്കുന്നത്. അത് ക്ലിയർ ആണ്. ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കാം അത്. Then മുന്നോട്ട് പോകാം. The profit of the firm after providing for Jerry's salary and partners interest on capital. അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന ജെറിയുടെ സാലറിയും പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഒക്കെ കൊടുത്തതിന് ശേഷം ഈ പറയുന്ന ടോമിനും ജെറിക്കും ഇനി ബാക്കിയുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25,000.
ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്, എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും ശേഷം തന്നിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്? 25,000 രൂപ. എന്ത് തയ്യാറാക്കണം? ഡ്രോപ്പ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദ പാർട്ട്നേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ടിന് വേണ്ടി എല്ലാം വരച്ചു കഴിഞ്ഞു. നമുക്ക് അതിന് ഹെഡിങ്ങുകളെല്ലാം ഒന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ, ടോമോ അല്ലെങ്കിൽ ടോമിന്റെ ക്യാപിറ്റൽ ജെറിയുടെ ക്യാപിറ്റലാണോ? അല്ല, കോമൺ ആയി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. കാര്യം ഒരുമിച്ച് ഒറ്റ ഒരു കോളത്തിൽ ഇതെല്ലാം കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതാം. ഡേറ്റും പെർട്ടിക്കുലേഴ്സും, ടോംസ് എമൗണ്ട്, ജെറി ഡേറ്റ് പെർട്ടിക്കുലർ, ടോമിന്റെയും ജെറിയുടെ എമൗണ്ട് എല്ലാം എഴുതി. ഇനി നമ്മൾ ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു പോകുന്നു. കമൻസ് ദ ബിസിനസ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതെന്താണ്, എങ്ങനെയാണ് വരുന്നതെന്ന്. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ആദ്യമായുള്ള എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട്, ഡെറ്റർ ടു ടോംസ് ക്യാപിറ്റൽ ആൻഡ് ജെറീസ് ക്യാപിറ്റൽ. ഇനി പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. ഡേറ്റ് എഴുതുക, പോസ്റ്റ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിലേക്ക് നമുക്ക് പോകുന്നു. ബൈ ക്യാഷ് എന്ന് എഴുതാം. ബൈ ക്യാഷ് എത്രയാണ്? 50,000-ഉം 70,000-ഉം. ക്ലിയർ ആണല്ലോ? ടോമിന് 50,000-ഉം അതേപോലെ ജെറിക്ക് 70,000 രൂപയും. ഇനി അടുത്തതായിട്ട് നമ്മൾ ക്യാപിറ്റൽ എഴുതി കഴിഞ്ഞാൽ, ക്യാപിറ്റൽ കൊണ്ടുവന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വർഷം കഴിയുമ്പോൾ ആ ക്യാപിറ്റൽ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ചോദ്യത്തിലുണ്ടല്ലോ, പാർട്ട്നേഴ്സ് ആർ എൻടൈറ്റിൽ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ദെയർ 5% പെർ ആനം. ഇറ്റ്സ് വെരി സിമ്പിൾ. 5% കാണാം. 50,000-ന്റെ 5% കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എളുപ്പ പരിപാടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞോ, നിങ്ങൾക്കത് അറിയുന്ന കാര്യമാണ്. ആ 50,000-ന്റെ ഒരു പൂജ്യത്തിൽ ഒരു ഒറ്റ തട്ട് കൊടുത്തേ. എത്ര വന്നു? തട്ടുക എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ കുത്തിവരച്ച് കളയല്. 50,000-ന്റെ ഒരു പൂജ്യം നമ്മൾ തട്ടി അല്ലെങ്കിൽ മറച്ചു വെച്ച് നോക്ക്, എത്ര വരും? അതെ, 5,000 രൂപ. ആ 5,000 രൂപ എന്ന് പറയുന്നത് എന്തായിരിക്കും? 10% ആയിരിക്കും. എങ്കിൽ അതിന്റെ പകുതി അല്ലേ 5 എന്ന് പറയുന്നത്? അപ്പൊ 5,000-ന്റെ പകുതി എത്ര? 2,500 രൂപ. ഇതേ സാധനം 70,000-ന് നിങ്ങൾ നോക്ക്. 70,000-ന്റെ പൂജ്യം തട്ടിക്കൊടു, അല്ലെങ്കിൽ അത് മറച്ചു പിടിക്ക്. എത്ര വരും? 7,000 രൂപ വരും. ആ 7,000 എന്ന് പറഞ്ഞ 10% എങ്കിൽ അതിന്റെ പകുതി എത്ര നോക്കിയാൽ മതി? എത്ര? 5%. എളുപ്പമല്ലേ? ഇനി ഇങ്ങനെയൊന്നും കാണാൻ വേണ്ടി നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അത് തന്നെ ഡേറ്റ് എഴുതുന്നു. വർഷാവസാനം 31/12/2019 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 5% പെർ ആനം 2,500-ഉം 3,500 നമ്മൾ ക്ലിയർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് ചെയ്യുന്നത്? 50,000 ഗുണം 5 ഡിവൈഡ് ബൈ 100. നിങ്ങളിങ്ങനെ ഒന്നെങ്ങനെ പെറുക്കി കുത്തുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ പെട്ടെന്ന് ചെയ്യാനാണ്, കുറച്ചുകൂടെ ആക്യുറേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ, ഷാർപ്പായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയാം, നമ്മൾ എന്ത് തൊട്ടതിന് പിടിച്ചതിന് എല്ലാം ഈ കാൽക്കുലേറ്റർ എടുത്ത് കുത്തുന്നതുകൊണ്ട് എന്ത് പറ്റും? നമുക്ക് മനസ്സിൽ കണക്കുകൾ ചെയ്യാനുള്ള ഒരു പവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ടൊക്കെ ഒരു സിമ്പിൾ ഒരു കാര്യം പെട്ടെന്ന് പറയട്ടെ, മൊബൈൽ നമ്പർ പണ്ടത്തെ ആളുകളൊക്കെ ആദ്യം, മൊബൈലിനല്ല പഴയ ഫോൺ നമ്പറുകളൊക്കെ, ഒരുപാട് ഫോൺ നമ്പറുകളൊക്കെ ആളുകളുടെ മെമ്മറിയിലുണ്ടായിരുന്നു. എപ്പോഴെന്നറിയോ? ഈ മൊബൈലൊക്കെ അത്ര വ്യാപകമല്ലാത്ത സമയത്ത്. ഇപ്പൊ നോക്ക് നിങ്ങൾ, എത്ര പേർക്ക് അവനവന്റെ നമ്പർ തന്നെ അറിയാത്തവരാ. കാര്യം എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫോണിൽ സേവ് ചെയ്തിട്ടിരിക്കുക. അപ്പൊ സേവ് ചെയ്തിടുമ്പോൾ ആളുടെ പേരിന്റെ ആദ്യ ലെറ്റർ അടിക്കുമ്പോൾ തന്നെ ആ ലെറ്ററിലുള്ള ആളുകൾ അല്ലെങ്കിൽ വരും. ശരിയല്ലേ? അപ്പൊ നമ്മൾ നമ്പർ എടുക്കുകയാണ്. സ്വന്തം നമ്പർ അറിയാത്ത ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ അതുപോലെ നമ്മൾ കണക്കിലും പുറമോട്ട് പോകരുത്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. കാര്യങ്ങളെ കാൽക്കുലേറ്ററെ ആശ്രയിക്കാതെ ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുക. ഒട്ടും പറ്റാത്തവരൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നുകൂടെ ഓർക്കുക. ഇനി നമുക്ക് നേരെ പോകേണ്ട സാലറിയാണ്. സാലറി ഇവിടെ ആർക്കാവുള്ള? ജെറി വാസ് എൻടൈറ്റിൽഡ് ടു സാലറി എത്രയാണ്? 12,000 രൂപ. നമുക്കത് കാണിക്കാം അല്ലേ? അവസാനം സാലറി കൊടുക്കുന്നു. എത്രയാണ്? ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചു 12,000 രൂപ. ആർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക? ജെറിക്ക് മാത്രമേ ഉള്ളൂ എഴുതേണ്ടത്. ദെൻ നമുക്കിനി തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ട് കാര്യങ്ങളാണ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അതേപോലെ സാലറിയും കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25,000 രൂപ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഇവിടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നാണോ എഴുതേണ്ടത്? അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അക്കൗണ്ടിന്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ വെച്ചിട്ട് ഈ പറയുന്ന ഇയർലി അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്തതിന് ശേഷം ബാക്കി വന്ന പ്രോഫിറ്റ് ആണ് 25,000 രൂപ. എങ്കിൽ നമ്മൾ അവിടെ എങ്ങനെയായിരിക്കും കാണിക്കുന്നത് പറയാമോ? അതുകൊണ്ട് ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ടോംസ് ക്യാപിറ്റൽ ജെറീസ് ക്യാപിറ്റൽ എന്നാണ് അവർ വീതിച്ചിരിക്കുന്നത്. അതിനി നിങ്ങൾ ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് അത് ഞാൻ നല്ല വ്യക്തമായി പഠിപ്പിക്കും നിങ്ങളോട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രോഫിറ്റ് നിങ്ങൾ എങ്ങനെ എഴുതണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് തന്നെ എഴുതണം. അക്കൗണ്ട് ക്ലിയർ അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ എഴുതിയിട്ട് വീതിക്കാവല്ലോ. എങ്ങനെ വീതിക്കുന്നത്? 25,000-ന്റെ 3/5. നേരത്തെ റേഷ്യോ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. 25,000-ന് 2/5. ആരൊക്കെയാണ്? ടോമിന് 25,000 3/5 15,000. അതുപോലെ ജെറിക്ക് 25,000-ന് 2/5. എങ്ങനെയാണ്? എത്ര കിട്ടി നമുക്ക്? 10,000 രൂപയും കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഓക്കെ ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അവിടെ ഒന്നും. എങ്ങനെയാണ് വീതിക്കുന്നതെന്ന് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്താൽ മതി.
ഫ്രാക്ഷൻ ഫോമിലേക്ക് എങ്ങനെയാണ് റേഷ്യോ മാറ്റേണ്ടതെന്ന് എളുപ്പത്തിലുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിലേക്ക് പോകാം. 2 ഐറ്റങ്ങൾ മാത്രമേ ഈ ഡെബിറ്റ് സൈഡിൽ വരാറുള്ളൂ. ഏതൊക്കെയാണ്? ഡ്രോയിങ്സും ഇൻട്രസ്റ്റും ഡ്രോയിങ്സുമാണ്. നമ്മുടെ ചോദ്യത്തിനകത്ത് എന്ത് മാത്രമേ പറയുന്നുള്ളൂ? യെസ്, ഡ്രോയിങ്സ് മാത്രമേ പറയുന്നുള്ളൂ. നമുക്കത് എഴുതാം. ഡ്രോയിങ്സ് നമ്മുടെ കൃത്യമായ നമ്മൾ ആ ഡേറ്റിൽ കൊടുക്കുന്നു. യെസ്, ഡ്രോയിങ്സ് എത്രയാണ്? 10,000 6,000 പ്രോഫിറ്റിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഡ്രോയിങ്സിലേക്ക് വരുന്നു. ക്ലിയർ ആണ്? യെസ്, ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ബാലൻസ് ചെയ്യുമ്പോൾ ഞാൻ ഡ്രോയിങ്സിൻ്റെ കാര്യം ഒരിക്കൽ കൂടി പറയട്ടെ. ഡ്രോയിങ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ സാധാരണഗതിയിൽ പ്രോഫിറ്റിൽ നിന്നുള്ള ഡ്രോയിങ്സ്, നോർമൽ ഡ്രോയിങ്സുകളൊക്കെ ചെയ്യുമ്പോൾ അതിന് ഡ്രോയിങ്സ് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അവിടെ എൻട്രി എന്താണെന്ന് ചോദിച്ചാൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നും, അതിനെ ക്ലോസ് ചെയ്യുന്ന എൻട്രി എന്താണെന്ന് ചോദിച്ചാൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഡ്രോയിങ്സ് എന്നുമാണ്. 2 എൻട്രികളാണ്. ഞാനത് പിന്നീട് പഠിപ്പിക്കാം. അതേപോലെ എന്നാൽ ക്യാപിറ്റലിൽ നിന്നാണ് അത് പിൻവലിക്കുന്നതെങ്കിൽ, നേരത്തെ മനുവിൻ്റെ കണക്കിൽ അത് ക്യാപിറ്റലിൽ നിന്നാണ് മനസ്സിലായതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല അവിടെ, പ്രോഫിറ്റ് എന്നാൽ ക്യാപിറ്റലിൽ നിന്നാണ് മനസ്സിലായതുകൊണ്ടാണ് നമുക്കൊരു കാര്യം എന്തായി വ്യക്തമായി. അത് ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, അതുകൊണ്ടാണ് അവിടെ 2 ക്യാഷ് വന്നത്. അതേപോലെ തന്നെ ഓർത്തിരിക്കണം, ഇനി നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉൾപ്പെടെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ മെത്തേഡ് അനുസരിച്ച് മാറും എങ്ങോട്ട് അത് പോകുന്നു എന്നുള്ളത്. സോ ഡ്രോയിങ്സിൽ സിമ്പിളായിട്ട് 2 ഡ്രോയിങ്സ് നമ്മൾ എഴുതി കഴിഞ്ഞു. 10,000 6,000 രൂപയാണ് നമുക്ക് തന്നിരുന്നത്. ബാലൻസ് ചെയ്യാം. ഇവിടെ ഏറ്റവും കൂടുതൽ എമൗണ്ട് 2 സൈഡ് നോക്കുക. ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ, ഒരു സംശയമില്ല. 50, 2,500, 15,000 തന്നിരിക്കുന്നു. ജെറിക്കും അവിടെ തന്നെയാണ് കൂടുതൽ. 2 പേരുടെയും എമൗണ്ട് നോക്കാം. എത്രയാണ്? 67,500 എന്ന് ടോമിന് കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ജെറിക്കും ഉള്ള എമൗണ്ട് കിട്ടിക്കഴിഞ്ഞു. ടോട്ടൽ എമൗണ്ട് ഏറ്റവും വലിയ എമൗണ്ട് ആണ്. അപ്പുറത്തെ സൈഡിലൂടെ നമുക്കത് ക്ലിയർ ചെയ്യണം. ഡെബിറ്റ് സൈഡിലൂടെ ആ സെയിം എമൗണ്ട് എഴുതി. 67,500ഉം 95,500ഉം എഴുതി. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം അല്ലേ? സിമ്പിൾ. 67,500ൽ നിന്ന് 10,000 രൂപ കുറച്ച്, അതുപോലെ അവിടെ 95,000ൽ നിന്ന് 6,000 കുറച്ച് നമുക്ക് എഴുതാം. ക്ലോസിംഗ് ഡേറ്റ്, ബാലൻസ് ക്യാരി ഡൗൺ എത്രയൊക്കെയാണ്? 57,500ഉം 89,500ഉം എന്ന് കിട്ടി. ക്ലിയർ ആണ്. നമ്മൾ ഈ കണക്ക് ഇവിടെ അവസാനിക്കുകയാണ്. 6 മാർക്സ്, ഒരു 5-6 മാർക്ക് വരെ കിട്ടുന്നൊരു കണക്കാണിത്. ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിച്ചു കാണാറുണ്ട്. ഈ ഭാഗമൊക്കെ നല്ല പഠിക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ മെത്തേഡ്, അതിൻ്റെ 2 ചോദ്യങ്ങളായി നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും വൃത്തിയായി മനസ്സിലാക്കി പഠിക്കുക. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നേരെ നിങ്ങൾ ചാറ്റ് ബോക്സിലേക്ക് വരിക. അവിടെ നമുക്ക് നിങ്ങൾ വന്ന് സംശയങ്ങളൊക്കെ ചോദിക്കുന്ന അനുസരിച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്തിരുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ കണക്കൊക്കെ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് നല്ലതും ചീത്തയും എന്തും ആവട്ടെ, അതൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങളായിട്ട് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ പറയണം. അതിനേക്കാൾ ഏറ്റവും വലിയ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങൾ, വലിയൊരു ശതമാനമുണ്ട്. എന്നാൽ ഇതുവരെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവരോടെല്ലാം നമ്മളുടെ ചാനലിനെ പറ്റി പറയണം. JT കൊമേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബിൽ ചാനലുണ്ട്. കൊമേഴ്സുകാർക്ക് വേണ്ടിയുള്ളതാണ്. BComനും +1നും +2നും ഒക്കെയുള്ള അക്കൗണ്ട്സും അതുപോലെ മറ്റ് സബ്ജക്റ്റുകളും ഒക്കെ എടുക്കുന്നൊരു ക്ലാസ്സാണ്. പതിയെ തുടങ്ങി വരുന്നേ ഉള്ളൂ നമ്മൾ കേട്ടോ. നിങ്ങൾ പറയുന്ന ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇടും. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഷെയർ ചെയ്യുക. മാക്സിമം ആളുകളോട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുകയും അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ നിങ്ങളായിട്ട് തന്നെ പറയണം. അല്ല, നമുക്ക് വലിയ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളാണ് നമ്മുടെ പരസ്യം. നിങ്ങളിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് എത്തേണ്ടത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ചാനൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നമ്മുടെ 3ാമത്തെ ദിവസം ഫണ്ടമെന്റൽസ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന ഈ ഭാഗത്തിന്റെ 3ാം ദിവസം അവസാനിക്കുകയാണ്. അപ്പോൾ സൈനിങ് ഓഫ്, ജേക്കബ് തിരുപുരത്ത്.